നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹു കേതുക്കൾ രാശി മാറുകയാണ്. 2025 മെയ് മാസം 18 വൈകിട്ട് 7:35 രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറുകയാണ്. രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം ഉണ്ടാകുന്ന ഫലങ്ങളെയും മാർച്ച് മാസത്തിലെ ശനിയുടെ രാശിമാറ്റവും മെയ് 15 വ്യാഴത്തിന്റെ രാശിമാറ്റവും കൂടി ചിന്തിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം എന്തെല്ലാം കാര്യങ്ങള് എങ്ങനെയായിരിക്കും വരാൻ പോകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറയുന്നത്. ശനിയെയും വ്യാഴത്തെയും പോലെ കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. എന്നാൽ ഫലദാന വിഷയത്തിൽ അത്രയൊന്നും പ്രാധാന്യം രാഹുകേതുക്കൾക്ക് പല ആചാര്യന്മാരും കൽപ്പിച്ചിട്ടുമില്ല. എന്നിരുന്നാലും പലപ്പോഴും രാഹുകേതുക്കളുടെ ഫലവും ഗോചരഭാവത്തിൽ പ്രത്യക്ഷമായി അനുഭവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക. പൊതുവെ വ്യാഴം നന്നായാൽ എല്ലാം നന്നായി എന്നാണ്. ഓരോ രാശിക്കൂറുകാർക്കും രാഹുകേതുക്കളുടെ ഫലങ്ങളെ കൂടാതെ വ്യാഴത്തിന്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതിയും കൂടി ചിന്തിച്ച് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. വിപരീത ഫലങ്ങൾ പറയുന്നവർക്ക് ഒരിക്കലും വിപരീത ഫലങ്ങൾ മാത്രമല്ല ലഭിക്കുക, കൂടുതലായിട്ട് നല്ല ഫലങ്ങളെയും മറ്റ് ദോഷങ്ങൾ പറയുന്ന വിഭാഗത്തിൽ ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങളും ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുക. കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. ആ ഒരു മനോഭാവത്തോടു കൂടി മാത്രം ഈ വീഡിയോയെ കാണുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പല ചാനലുകളിലും കണ്ടകശനി, ഏഴരശനി കൂടാതെ വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്ന എല്ലാം കൂടി മോശമായിട്ടുള്ള ചില നക്ഷത്രക്കാരെ, ചില രാശിക്കാർക്ക് പോലും കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കോടീശ്വര യോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരിലേക്ക് അത് ആകർഷിക്കും എന്നതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ തെറ്റാണ്. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാതെ വയ്യ. അതേസമയം ദോഷങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലും ദോഷങ്ങൾ മാത്രമായിരിക്കില്ല ലഭിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രയോജനം കൂടി ലഭിക്കുന്നതാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നമുക്ക് മേടക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിമാറ്റവും ശനി വ്യാഴം എന്നിവരുടെ ഫലങ്ങളുമായിട്ട് ചിന്തിച്ച് സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 11ലേക്കും കേതു 5ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ 11ാം ഭാവത്തിലെ രാഹു ധനലാഭം, ഭാഗ്യം, പ്രതാപം, ദാമ്പത്യ സുഖം ഇവയൊക്കെ നൽകുന്നുണ്ട്. 5ാം ഭാവത്തിലെ കേതു വിരഹം, ദുഃഖം, സന്താന ക്ലേശം ഇവയ്ക്കൊക്കെ കാരണമാകുമെങ്കിലും രാഹുവിന്റെ അനുകൂല സ്ഥിതി മൂലം ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്. പൊതുവെ മേടക്കൂറുകാരെ സംബന്ധിച്ച് രാഹു അനുകൂലമാണ്, എന്നാൽ കേതു പ്രതികൂലമാണ്. അതേപോലെ തന്നെ ശനിയും വ്യാഴവും മേടക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന ഒരു വർഷക്കാലം അത്ര നല്ല വർഷമല്ല എന്ന് തന്നെ പറയണം. എന്നിരുന്നാലും വ്യാഴം ജാതകത്തിൽ അനുകൂലത്തിലാണ് എങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതുമാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മഹാഗണപതി പ്രീതി വരുത്തുക. മേടക്കൂറുകാർ എല്ലാ ദിവസവും ഗണപതിയുടെ മന്ത്രങ്ങളെ ജപിക്കുക. ഇപ്പോൾ നമുക്ക് ഇടവക്കൂറുകാരുടെ രാഹുകേതു രാശിമാറ്റവും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും ഒക്കെ രാശിസ്ഥിതിയും കൂടി പരിഗണിച്ചുള്ള സമ്പൂർണ്ണ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. രാഹുകേതുക്കളുടെ മാത്രം ഫലങ്ങളാണ് പറയുന്നത്, എന്നാൽ പൊതുവായിട്ടുള്ള എങ്ങനെ ഉണ്ടാകുമെന്നുള്ള വിഷയങ്ങളും പറയുന്നുണ്ട്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 10ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കേതു ആകട്ടെ 4ാം രാശിയിലേക്കുമാണ് എത്തുന്നത്. 4ലെ കേതു ഉദരരോഗം, ദുഷ്ടസംസർഗം ഇവയ്ക്കൊക്കെ കാരണമാകുമെങ്കിലും 10ാം ഭാവത്തിലെ രാഹുവിന്റെ അനുകൂല സ്ഥിതി എല്ലാ കാര്യത്തിലും ലാഭം തരുന്നതാണ്. ഇത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയേറെ കുറയ്ക്കുന്നതാണ്. മഹാഗണപതിക്ക് ഹോമമോ മറ്റ് വഴിപാടുകളോ ഒക്കെ ചെയ്ത് ദോഷത്തെ ഇല്ലാതാക്കുക. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിക്കും ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ദോഷങ്ങൾ ഇല്ലാതാകും. ഇടവക്കൂറുകാർക്ക് രാഹു അനുകൂലമാണ്, എന്നാൽ കേതു പ്രതികൂലമാണ്. ശനിയും വ്യാഴവും വളരെ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന ഒരു വർഷക്കാലം വളരെയേറെ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്ന് തന്നെ പറയണം. അത് പ്രയോജനപ്പെടുത്തുക. ഇടവക്കൂറുകാർക്ക് നല്ലൊരു കാലമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് മിഥുനക്കൂറുകാരുടെ രാഹുകേതു രാശിമാറ്റവും അതിനോടനുബന്ധിച്ച് ശനിയുടെയും
വ്യാഴത്തിന്റെയും ഒക്കെ രാശിസ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ ഫലങ്ങളെ ഒന്ന് പൊതുവായിട്ട് വിലയിരുത്തി നോക്കാം. രാഹുകേതുക്കളുടെ ഫലങ്ങളെയും പൊതുഫലങ്ങളെയുമാണ് പറയുന്നത്. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 9-ലും കേതു 3-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹുവിന്റെ സ്ഥിതി മൂലം ദേഹാരിഷ്ടത, കാര്യതടസ്സം, ബന്ധനം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കേതുവിന്റെ സ്ഥിതി മൂലം അർത്ഥലാഭം, ശത്രുനാശം ഇവയ്ക്കും കാരണമാകുന്നുണ്ട്. രാഹുവിന്റെ പ്രതികൂല സ്ഥിതി മൂലമുള്ള ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് കേതുവിന്റെ അനുകൂല സ്ഥിതി സാധ്യമാകുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. വളരെയേറെ മാറ്റങ്ങൾ അതുമൂലം ലഭിക്കുന്നതാണ്. സർപ്പപ്രീതി നടത്തുക, മഹാലക്ഷ്മിക്ക് എല്ലാ വെള്ളിയാഴ്ചയും വഴിപാടുകൾ ചെയ്യുക, നെയ്വിളക്ക് കൊളുത്തുക, ഇതിലൂടെ ദോഷങ്ങളെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു പ്രതികൂലത്തിലാണ്, എന്നാൽ കേതു അനുകൂലത്തിലാണ്. വ്യാഴവും ശനിയും കൂടി പ്രതികൂലത്തിലാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ദോഷകാലം തന്നെയാണ്. എന്നിരുന്നാലും ജാതകത്തിൽ വ്യാഴം അനുകൂലമാണ് എങ്കിൽ സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിക്കും നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. പൊതുവെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വ്യാഴത്തിന്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി വളരെയേറെ ഭാഗ്യ അനുഭവങ്ങളെ നൽകുന്നതാണ്. ഇപ്പോൾ നമുക്ക് കർക്കിടകക്കൂറുകാരുടെ രാഹുകേതു രാശിമാറ്റവും വ്യാഴത്തിന്റെയും ശനിയുടെയും രാശിസ്ഥിതി മൂലമുള്ള ഫലങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ഫലങ്ങളെ ഒന്ന് നിരീക്ഷിക്കാം. രാഹുകേതുക്കളുടെ ഫലങ്ങൾ ആദ്യം പറയാം, പിന്നീട് പൊതുഫലങ്ങൾ പറയാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാർക്ക് രാഹു 8-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കേതു ആകട്ടെ 2-ാം ഭാവത്തിലേക്കും. രാഹുവും കേതുവും കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ദേഹാരിഷ്ടത, ക്ലേശം, കാര്യവിഘ്നം, അർത്ഥനാശം, ശത്രുഭയം, രാജകോപം ഇവയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്. കർക്കിടക്കൂറുകാർ ഭരണ നേതൃത്വത്തിന് എതിരാകുന്ന തരത്തിലുള്ള ചെറിയ പ്രവർത്തികൾ പോലും ചെയ്യാൻ പാടില്ല. സ്വന്തം നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. രാജകോപം എന്നാൽ ഭരണാധികാരികളിൽ നിന്നുള്ള ശിക്ഷ എന്നാണ് അർത്ഥം. മഹാഗണപതിയെയും സർപ്പങ്ങളെയും ശ്രീകൃഷ്ണസ്വാമിയെയും ഒക്കെ പ്രീതിപ്പെടുത്തുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളെ ചെയ്യുക. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് രാഹുകേതുക്കൾ പ്രതികൂലത്തിലാണ്. അതോടൊപ്പം തന്നെ ശനിയും വ്യാഴവും പ്രതികൂലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർക്കിടക്കൂറുകാർക്ക് വളരെ മോശം സമയമാണ്. എന്നാൽ വീട് വെക്കുക തുടങ്ങിയ ശുഭകാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിമാറ്റവും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും രാശിസ്ഥിതിയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പൊതുഫലത്തെയും പറയാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. രാഹുകേതുക്കളുടെ ഫലങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 7-ാം ഭാവത്തിലേക്കാണ്. കേതു ആകട്ടെ ജന്മരാശിയിലേക്കും. 7-ലെ രാഹു ധനനാശം, സുഹൃതനാശം, മാനഹാനി, യാത്രാക്ലേശം എന്നിവ നൽകുന്നു. അതേപോലെ തന്നെ ജന്മത്തിലെ കേതു ആകട്ടെ കാര്യവിഘ്നം, ശത്രുപീഡ, രോഗാരിഷ്ടത എന്നിവയും നൽകുന്നുണ്ട്. ദോഷ തീവ്രതയൊക്കെ കുറയ്ക്കുവാൻ സർപ്പദൈവങ്ങളെയും മഹാഗണപതിയെയും ദുർഗാദേവിയെയുമാണ് ചിങ്ങക്കൂറുകാർ പ്രാർത്ഥിക്കേണ്ടത്. പൗർണമി വ്രതം നോക്കുന്നതും ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. കൂടാതെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും അനുകൂല ഫലങ്ങളെ നൽകും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹുകേതുക്കൾ പ്രതികൂലമാണ്. ശനി ആകട്ടെ സമ്മിശ്ര ഫലങ്ങളെ നൽകുന്നതുമാണ്. എന്നാൽ വ്യാഴം 11-ലാണ്. വളരെയേറെ ഗംഭീര അനുകൂല ഫലങ്ങളെ വ്യാഴം നൽകുന്നതാണ്. 11-ലെ വ്യാഴം സർവ സൗഭാഗ്യവും നൽകുമെന്നാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് സ്വജീവിതത്തിലും സന്താനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും പങ്കാളിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുന്നതാണ്. ചിങ്ങക്കൂറുകാർ അതുകൊണ്ട് തന്നെ പ്രയോജനപ്പെടുത്തേണ്ട ഒരു വർഷമാണ് എന്ന് തന്നെ പറയണം. ഇപ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിമാറ്റ ഫലങ്ങളും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും ഒക്കെ രാശിസ്ഥിതി മൂലമുള്ള പൊതുഫലങ്ങളും പറയാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹുകേതുക്കൾ എന്തെല്ലാം ഫലങ്ങൾ ചെയ്യുമെന്നും അതിന്റെ പരിഹാരങ്ങളും ഒക്കെയാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് രാഹു 6-ാം ഭാവത്തിലേക്കും കേതു ആകട്ടെ 12-ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. 6-ലെ രാഹു ആകട്ടെ അർത്ഥലാഭം, ജയം, സുഖം, ശത്രുനാശം, ഉന്മേഷം ഇവയൊക്കെയാണ് ഫലങ്ങൾ നൽകുന്നത്. 12-ലെ കേതു ആകട്ടെ വ്യാധി, ഭയം, ധനനാശം ഇവയ്ക്കൊക്കെ കാരണമാകുമെങ്കിലും രാഹുവിന്റെ അനുകൂല സ്ഥിതി ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. മഹാഗണപതിയെയും ശിവഭഗവാനെയുമാണ് പ്രാർത്ഥിക്കേണ്ടത്. ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ദോഷങ്ങൾ ഇല്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. കന്നിക്കൂറുകാർക്ക് രാഹു അനുകൂലമാണ്. കേതു ആകട്ടെ പ്രതികൂലമാണ്.
കന്നിക്കൂറുകാർക്ക് വ്യാഴവും ശനിയും പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ ദോഷ സമയമാണ് എന്ന് തന്നെ പറയണം. എന്നിരുന്നാലും ധനലാഭത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വീട് വയ്ക്കാനും ഒക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിമാറ്റവും പ്രത്യേക ഫലവും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും രാശിസ്ഥിതി മൂലമുള്ള പൊതുഫലവും പറയാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 5-ലും കേതു 11-ലുമാണ്. 5-ലെ രാഹു സന്താന ദുരിതം, കാര്യതടസ്സം ഇവയ്ക്കൊക്കെ കാരണമാകുമെങ്കിലും 11-ാം ഭാവത്തിലെ അനുകൂലത്തിലുള്ള കേതു മൂലം പല വിധത്തിലുള്ള അർത്ഥലാഭം, ശരീരസുഖം, വിജയം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. ഐശ്വര്യം വർദ്ധിക്കാനായി സർപ്പങ്ങൾക്ക് വഴിപാടുകളെ ചെയ്യുക, ഗുരുവായൂരപ്പനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വരുന്ന ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ പോയി ദർശനം നടത്തുക. തുലാക്കൂറുകാർക്ക് രാഹു പ്രതികൂലത്തിലാണ്, കേതു അനുകൂലത്തിലാണ്. ശനിയും വ്യാഴവും വളരെയേറെ അനുകൂല ഭാവങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാണ്. ആ കാലം തുലാക്കൂറുകാർ പ്രയോജനപ്പെടുത്തുക. ആരോഗ്യകരമായി ഗുണകരമായിട്ടുള്ള വർഷമാണ്. സഹോദരങ്ങൾക്കും ഗുണമുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ സന്താനങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ഇപ്പോൾ നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിമാറ്റ ഫലങ്ങളും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും ഇപ്പോഴുള്ള രാശിസ്ഥിതിയും ഒക്കെ പരിഗണിച്ചുള്ള പൊതുഫലങ്ങളെയും പറയാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 4-ാം ഭാവത്തിലേക്കും കേതു 10-ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യാദുരിതം, കലഹം, ദുഃഖം, അപവാദം, ധനനഷ്ടം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ദോഷഫലങ്ങൾ കുറയ്ക്കുവാനായിട്ട് സർപ്പദൈവങ്ങൾക്കും ചാമുണ്ഡി ദേവിക്കും വഴിപാടുകളെ ചെയ്യുക. ഗണേശ അഷ്ടോത്തര ശതനാമാവലിയും മഹാലക്ഷ്മി സ്തോത്രവും എല്ലാ ദിവസവും ഭക്തിപൂർവം ജപിക്കുക. കഴിയുന്നതും കലഹങ്ങളിൽ നിന്നൊക്കെ വൃശ്ചികക്കൂറുകാർ മാറി നിൽക്കുക. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് രാഹുകേതുക്കൾ പ്രതികൂലത്തിലാണ്. ശനി പുത്രവിരഹം മാത്രം ഉണ്ടാക്കുന്ന 5-ാം ഭാവത്തിലാണ്. അത് സമ്മിശ്രമായിട്ട് ഫലങ്ങളെ നൽകുമെന്ന് പറയാം. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴവും പ്രതികൂലത്തിലാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ദോഷ സമയമാണ്, കരുതലെടുക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും ജാതകത്തിൽ വ്യാഴം അനുകൂലത്തിലാണ് എങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. വീട് വയ്ക്കുവാനുള്ള അനുകൂല സമയമാണ് എന്നും കൂടി പറയണം. ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ പ്രത്യേക രാശിമാറ്റ ഫലങ്ങളും ഇപ്പോഴുള്ള വ്യാഴത്തിന്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതി മൂലമുള്ള പൊതുഫലങ്ങളും ചേർത്ത് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പറയാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാണം, ഉത്രാടങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 3-ാം ഭാവത്തിലേക്കും കേതു 9-ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. രാഹുവിന്റെ അനുകൂല സ്ഥിതി മൂലം ധനുക്കൂറുകാർക്ക് ഇഷ്ടസിദ്ധിയൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ധനലാഭം, കൃഷിലാഭം, സൗഖ്യം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. കേതു അനിഷ്ടസ്ഥിതിയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും രാഹുവിന്റെ ഇഷ്ടസ്ഥിതി മൂലം കാര്യവിഘ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കും. സൽഫലങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് മഹാഗണപതിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ക്ഷേത്രദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ധനുക്കൂറുകാർക്ക് പൊതുവെ രാഹു അനുകൂലവും കേതു പ്രതികൂലവുമാണ്. ശനി പ്രതികൂലമാണ്, എന്നാൽ വ്യാഴം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. പൊതുവെ അനുകൂല സമയമാണ് എന്ന് പറയാം. ആരോഗ്യപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ലാഭം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ രാഹുകേതു രാശിമാറ്റത്തിന്റെ പ്രത്യേക ഫലങ്ങളും അതിനോടനുബന്ധിച്ച് ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി മൂലം വ്യാഴത്തിന്റെയും ശനിയുടെയും ഫലങ്ങളെയും ചേർത്ത് വെച്ചുള്ള പൊതുഫലങ്ങളെയും പറയാം. നമുക്കിപ്പോൾ മകരക്കൂറിന്റെ ഫലങ്ങളെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് രാഹു ജന്മക്കൂറിന്റെ 2-ാം ഭാവത്തിലേക്കും കേതു ആകട്ടെ 8-ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. 2-ലെ രാഹു ദ്രവ്യനാശം, യാത്രാക്ലേശം, കലഹം എന്നിവയ്ക്ക് സാധ്യത വരുത്തുന്നു. എന്നാൽ 8-ലെ കേതു ശത്രുപീഡ, മനോദുഃഖം, രക്തദോഷം ഇവയ്ക്കും കാരണമാകുന്നുണ്ട്. ദോഷപരിഹാരമായി മഹാഗണപതി പ്രീതി വരുത്തുക. കൂടാതെ ചാമുണ്ഡി ദേവിയെയും സർപ്പങ്ങളെയും ഉപാസിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ ഗുണപ്രദമാണ്. കൂടാതെ മാസത്തിലൊരിക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യേണ്ടതുമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് രാഹുവും കേതുവും പ്രതികൂലത്തിലാണ്. ശനി അനുകൂലത്തിലാണ്, എന്നാൽ വ്യാഴം പ്രതികൂലത്തിലാണ്. പൊതുവെ മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ്. എന്നാൽ ജാതകത്തിൽ വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ സാമ്പത്തിക നേട്ടവും തൊഴിൽ നേട്ടവും ഉണ്ടാകുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ രാഹുകേതു രാശിമാറ്റവും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും
ഇപ്പോഴുള്ള രാശിസ്ഥിതി മൂലമുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളും എല്ലാം ഒന്ന് പരിശോധിച്ചു നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഹു ജന്മരാശിയിലേക്കും കേതുവാകട്ടെ 7ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. ജന്മക്കുറിൽ സഞ്ചരിക്കുന്ന രാഹുവിന്റെ സമയമായതുകൊണ്ട് തന്നെ വിഷം, അഗ്നി ഇവ മൂലമുള്ള ഭയം ഉണ്ടാകാം. കൂടാതെ ദേഹക്ഷയവും ദൂരദേശ ഗമനവും രോഗങ്ങളും ഒക്കെ ഫലമായി പറയണം. 7ലെ കേതുവാകട്ടെ മനക്ലേശം, കണ്ണിന് രോഗങ്ങൾ ഇവയൊക്കെയും പ്രദാനം ചെയ്യുന്നതാണ്. ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക. കൂടാതെ ചാമുണ്ഡി ദേവിയെയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളെ ചെയ്യുക. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഹുകേതുക്കൾ പ്രതികൂലത്തിലാണ്, ശനിയും പ്രതികൂലത്തിലാണ്, എന്നാൽ വ്യാഴം അനുകൂലത്തിലാണ് എന്നത് വളരെ നേട്ടങ്ങൾ നൽകുന്നതാണ്. ജന്മരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെയുള്ള ഫലങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ ലഭിക്കും എന്ന് പറയാം. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ പൊതുവെ ധനലാഭം ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിന്റെ ജന്മത്തിലേക്കുള്ള ദൃഷ്ടി മൂലം ആരോഗ്യത്തിനും നേട്ടമുണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ രാഹുകേതു രാശിമാറ്റത്തിന്റെ പ്രത്യേക ഫലങ്ങളും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ വ്യാഴവും ശനിയും നിൽക്കുന്ന രാശിയിലുള്ള ചെയ്യുന്ന പൊതുഫലങ്ങളെയും അവലോകനം ചെയ്തു നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 12ലേക്കും കേതു 6ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. 12ലെ രാഹു ധനനഷ്ടം ഉണ്ടാക്കുന്നതാണ്. കൂടാതെ യാത്രാ ദുരിതവും അനുഭവത്തിൽ വരുന്നതാണ്. എന്നിരുന്നാലും 6ലെ കേതു ദ്രവ്യലാഭം ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശത്രുനാശവും പൊതുവെ ശക്തിയും നൽകുന്നതാണ്. ദോഷങ്ങൾക്ക് കാഠിന്യം കുറയ്ക്കാനായിട്ട്, രാഹുവിന്റെ ദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് കേതുവിന് സാധിക്കുന്നുണ്ട്. ഗുണഫലങ്ങൾക്കായിട്ട് മീനക്കൂറുകാർ സർപ്പപ്രീതി വരുത്തേണ്ടതാണ്. മീനക്കൂറുകാർക്ക് പൊതുവെ രാഹു പ്രതികൂലമാണ്, എന്നിരുന്നാലും കേതു അനുകൂലമാണ്. അതേപോലെ തന്നെ ശനിയും പ്രതികൂലത്തിലാണ്, വ്യാഴവും പ്രതികൂലത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ദോഷങ്ങൾ നിറഞ്ഞ സമയമാണ്. എന്നിരുന്നാലും ജാതകത്തിൽ വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും രാഹുകേതുക്കളുടെ ഫലവും അതോടൊപ്പം ശനി, വ്യാഴം എന്നിവരുടെ ഫലങ്ങളും കൂടി ചേർത്തുകൊണ്ട് പൊതുവായ ഫലങ്ങളെ ഓരോ രാശിക്കൂറുകാർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.